ഒരു കാര്യം പറയാൻ വന്നതാ. ഞങ്ങള് രണ്ടാളും ഒറ്റക്ക് ഡേ ഒരു ഹൈ പറ. ഇന്നേ ഒരാളുടെ പിറന്നാളാ. ഞാൻ കണ്ടിക്ക് നമ്മുടെ അമ്മായിന്റെ ഭർത്താവിന്റെ. അല്ല അരുണെ, ഞാനൊരു കാര്യം സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നെ എനിക്ക് അതുപോലെ പറയാൻ പറ്റൂല. ഇനിയിപ്പോ എന്തേതിനാണ് ഈ വീഡിയോ ഒക്കെ നിന്നത്? ഞാൻ കണ്ടിക്കത് ഇനി അമ്മായിന്റെ ഭർത്താവിന്റെ എന്ന് പറയുമ്പോ ഏത് ഭർത്താവിന്റെ നാട്ടുകാർക്ക് ഇതുണ്ടാവൂലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് ഞാൻ സ്ക്രിപ്റ്റ് കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ട് രണ്ടാം കെട്ടിയോന്റെ എന്ന് പറയണമെന്ന്. നാളെ അടുത്ത കൊല്ലം നാളെ അങ്ങനെ ഓള് ഓന്റെ വേറൊരുത്തന്നെ വയ്യൊക്കെ പോയാൽ ഈ വീഡിയോ കാണുന്നോലൊക്കെ ഓനെയാണെന്ന് വിചാരിക്കൂലേ? എന്റേതാണ് അരുണ, ഇത് എനിക്ക് എടുക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ആദ്യം പറയണം കേട്ടോ. എന്നോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് രണ്ടാം മറ്റുള്ളവരാ മറ്റേ എന്താ പറയാ വീഡിയോ ഇട്ടിട്ട് കോപ്പി ചെയ്തൊന്നും ശീലമില്ല. കോപ്പി റൈറ്റിംഗ് പിടിക്കും. അടാട് അടാട് അടാടാടാട്. അതെ അതെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട മുദ്രയാണ്. ഇനി ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത കൊല്ലം ഞാൻ വേറൊരുത്തന്റെ കൂടെ പോയാലോ ഓള് ഇനി പോയിട്ട് വലിയ കാര്യം. എല്ലാവർക്കും വെച്ചുകൊടുത്ത് അവസാനോ ഇവനെന്തോ എന്താ എനിക്ക് തോന്നുന്നു ഇവന് വേറെന്തോ ആളായിട്ട് വന്നു ഇവന്റെ കൂടെ നടക്കുന്നു ഇപ്പോ. പിന്നെ എന്താ പറയാ, ഓളെ പറ്റി പറയാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല. ഈ അമ്മായി എന്ന് പറഞ്ഞാൽ പണ്ടേ വെച്ചുകൊടുത്ത് ഭയങ്കര ശീലമുള്ള ഒരാളാ. കുത്തിരിപ്പ് സമരം അത് വേറെ കാര്യമുണ്ട്. കുത്തിരിപ്പ് സമരം എനിക്ക് തോന്നുന്നു ഇവിടെ കുണ്ടി മറ്റേ റബ്ബർ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാ തോന്നുന്നു. തേയൂലേക്കു കൊറേ താമരശ്ശേരി വന്ന് കുത്തിരിക്കുന്ന പറഞ്ഞ് കൊറേ മറ്റേ വടകര SP ഓഫീസില് ഇപ്പൊ അതാ മറ്റേ ഗിന്നസ് ബുക്കിൽ ചേരുന്ന പറഞ്ഞപ്പോ അവിടെയും പോയി കുത്തിരിപ്പ് തോന്നുന്നുണ്ട്. ഇവിടെ നല്ല മോൾ അമ്മായി എന്റെ കുണ്ടി റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയാണോ? എന്തിനാ തള്ളിച്ചതൊക്കെ കേൾപ്പിക്കുന്നേ? എന്റെ വീഡിയോ മച്ചി ഡാഷ് മോളെ ജസ്ന സലീം എന്ന് പറഞ്ഞ വ്യക്തി ഇടത്തെ കൈക്കല്ല പ്ലാസ്റ്റർ ഇട്ടത്, അല്ലെങ്കിൽ ഇടത്തെ കൈക്കല്ല ബാൻഡേജ് ചുറ്റിയത്, അല്ലെങ്കിൽ ഇടത്തെ കൈക്കല്ല മറ്റേ പരിക്ക് പറ്റിയത്. ഓള് ഇടത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് സിബ് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇരിക്കുന്നു. എടി മച്ചി നായിന്റെ മോളെ, നീ പറയുന്ന മാതിരി ഇവള് സിബ് ഇട്ടില്ല എന്ന് കച്ചറുണ്ടാക്കിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ എടുത്തിട്ട് പറഞ്ഞ് അവിടെ പോയി കാര്യം പോലെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സിബ് ഇടാൻ പറ്റാത്ത കാരണം കൊണ്ടാണെന്ന്. പിന്നെ അനക്ക് പിന്നെ ആകെ ഒരു മറ്റേ നൈറ്റി പോലത്തെ ഡ്രസ്സ് ഇട്ട് നടക്ക് നടക്കൊന്നും പറഞ്ഞിട്ട് അല്ല ഒരു ഡ്രസ്സ് ഇട്ട് നടക്ക് നന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അതിന് മച്ചി അല്ലാണ്ടായിക്കണോ? മച്ചി അല്ലേ ചലഞ്ച്. ഈ ഒരു മാസത്തിന്റെ അടുക്ക് ഇട്ട ഡ്രസ്സ് തന്നെ ഞാൻ വീണ്ടും ഇട്ട് എന്തെങ്കിലും റീല് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാസം എന്ന് പറയുന്നത് 30 ദിവസം ഉണ്ട്, ഇട്ട ഡ്രസ്സ് തന്നെ ഞാൻ വീണ്ടും ഇട്ട് റീല് പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ചിലപ്പോ ഓരോരുത്തരുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ മച്ചി ഡാഷ് മോളെ അനക്ക് വെറുതെ അല്ല കുട്ടികളുണ്ടാവത്ത്. എന്നോട് പല ആൾക്കാരും പറഞ്ഞു ഇങ്ങനൊന്നും പറയരുതിട്ടോ, നിങ്ങൾക്ക് മോശമാണെന്ന്. പക്ഷേ എനിക്ക് മോശമായാലും വേണ്ടിയില്ല. എടി മറ്റോളെ, ഇനി മറ്റേ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടല്ല, വേറെ ചങ്ങായി കാണിച്ചു തന്നെ എനിക്ക്. അപ്പം ഞാൻ കാണേണ്ട ഒരു സാഹചര്യം വന്നുപോയി. അവൾ എടുത്തേ കൈ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ സിബ് ഇടുക ടൈറ്റാക്കിയിട്ട് കസ്ബേന്ദ്രിൽ പോയി കച്ചറുണ്ടാക്കി അവർ പൈസ റീഫണ്ട് ചെയ്തു. പിന്നെ അത് അതിൽ തന്നെ വേറൊരു വിവരക്കേടും പറയുന്നുണ്ട്. ഇടയ്ക്ക് വെടക്കായ സാധനം ആരും റീഫണ്ട് കൊടുക്കൂല. അതാ ഞാനും പറയാൻ വന്നത്. പോത്തെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാള് നമുക്ക് പൈസ റീഫണ്ട് തരണമെന്നുണ്ടെങ്കിൽ അത് ആ തെറ്റ് അവർക്ക് മനസ്സിലായി എന്നുള്ള ഉറപ്പ് ഞാൻ വിത്ത് പ്രൂഫ്. അവിടെ പോയിട്ട് ഡെയിലി സാധനം എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്ന ആളാണൊക്കെ. ഓൾ അവിടുത്തെ ലിസ്റ്റ് തന്നെ എടുത്ത് നോക്കിയാൽ കാണാൻ കണ്ടമാനം സാധനം എമൗണ്ടിന്റെ സാധനം ഞാൻ അവിടെ നിന്ന് എടുത്തേക്ക് എന്നുള്ളത് അവരോട് ഞാൻ നോക്കാൻ പറഞ്ഞു. ഒക്കെ ഒരു കോണ്ടാക്ട് നമ്പറാ കൊടുക്കാറ്. പിന്നെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ കൂടലിലേക്ക് 16 ലക്ഷം രൂപ ചെലവാക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ 3370 രൂപയുടെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് 1 ഡേക്ക് എനിക്ക് അവിടെ പോയി അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 16 ലക്ഷം. എനിക്കൊന്നും വേറെ വഴിയില്ല, വേറെ ഓപ്ഷൻ ഇല്ല. സൺഡേയും കൂടി പിന്നെ ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൊയിലാണ്ടി അല്ലെങ്കിൽ കോഴിക്കോട്. ഞാൻ പുറപ്പെടാൻ ഇറങ്ങുന്ന മറ്റേ പറയും പോലെ പുറപ്പെടുക അമ്മച്ചി എന്ന് പറയുന്ന തന്നെ 9 മണിക്ക്. അപ്പോഴേക്കും ആള് വന്ന് തുടങ്ങിയിട്ട് ഞാൻ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയി കളിക്കുക, അല്ലെ റെന്റ് ഹൗസ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാണ്. എന്നാൽ പിന്നെ ഞാൻ അതെങ്കിലും ഓടിപ്പോയി എടുക്കുക. അതും ഞങ്ങളുടെ നാട്ടിലില്ലാത്തതാ. അതുകൊണ്ടേ എനിക്ക് വീട്ടിൽ കൂടുതൽ
പറയുമ്പോൾ ആലോചിക്കാം. നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഇനിയിപ്പോൾ ജസ്നേനെ പറ്റി പറയുന്നത് അമ്മായി കേട്ടില്ലെങ്കിലും അമ്മായിനെ പറ്റി പറയുന്നത് ജസിമോള് കേട്ടില്ലെങ്കിലും മോളിലൊരാൾ കേൾക്കുന്നുണ്ട് കേട്ടോ. മച്ചിയെ ഇത് മച്ചിക്ക് മാത്രമുള്ള വീഡിയോ ആണ്. അതായത് മച്ചിയെ അപ്പോ മച്ചീനോട് പറയാനുള്ളത്, ഇനി ജന്മത്ത് നന്നാവില്ല. പിന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ എന്നെ കാണേണ്ടി വന്നാ അന്ന് തന്നെ ഞാൻ പൊട്ടി. മച്ചിക്ക് തീരും വിവരമില്ല എന്നുള്ളത് എനിക്ക് ഇന്നലത്തോടുകൂടെ മനസ്സിലായി. എന്റെ മോളെ വിവരം ഉണ്ടാവാൻ ഒരു ബുദ്ധി വേണോ? ആ ബുദ്ധി ഇല്ലാത്തവരെ എങ്ങനെയാ പറയാ? പിന്നെ അമ്മയ്യേ ഇപ്പൊ രണ്ടാമത്തെ ഭർത്താവിന്റെ പിറന്നാളാണ്, നാളെ അത് മൂന്നാമത്തതാകും. മൂന്നാമത്തതാകും. അത് ചിലപ്പോ ഞാനാകും. പക്ഷെ ഞാനായ ഒന്നുറപ്പാ, അന്നത്തോടാ ഞാൻ നിൽക്കൂല. അല്ല ഒന്നാമത്തെ അമ്മായി കല്യാണം കഴിച്ചത് ഒന്നാമത്തെ നമുക്കറിയാം, രണ്ടാമത്തതും നമുക്കറിയാം. പല ആൾക്കാർക്കും വെച്ചു കൊടുത്തത് അത് എത്ര ഉണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് എന്തായാലും തൊടാൻ ഞാൻ നിൽക്കും കേട്ടോ. അമ്മായി പാലക്കൽ അമ്മായി. അപ്പൊ എന്റെ എല്ലാവിധ എന്താ പറയാ, അല്ല ഇങ്ങനല്ല, എന്റെ പാലക്കൽ അമ്മായിക്ക് എന്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും. അല്ല എന്റെ പാലക്കൽ അമ്മായിയുടെ ഭർത്താവിന്, ഓട്ടോ ഡ്രൈവർ ചേട്ടന് എന്റെ എല്ലാവിധ മംഗള ആശംസകൾ നേർന്നു. ബർത്ത്ഡേ മംഗളാശംസകൾ നേർന്നു കേട്ടോ അമ്മായി. അമ്മായിയെ പാലക്കൽ അമ്മായിക്ക് ഉമ്മ, പിന്നെ പാലക്കൽ അമ്മായിന്റെ ഓട്ടോ ഡ്രൈവർക്ക്